നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വൈദ്യുതാഘാതമേറ്റ് ആളൊഴിഞ്ഞ പുരയിടത്തിൽ മരിച്ചു കിടക്കുന്ന ദിനേശൻ എന്ന 50-കാരൻ. കല്ലുപുരയ്ക്കൽ ദിനേശന്റെ ഈ കൊലപാതകത്തിന് പിന്നിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. യഥാർത്ഥത്തിൽ പോലീസല്ല, വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരാണ് കൊലപാതകം നടന്ന വീട് കണ്ടെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ പരിശോധനയിൽ എങ്ങനെ ഇത്ര കൃത്യമായി ആ കൊലപാതകം നടന്ന വീട് കണ്ടെത്തി? പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ കല്ലുപുരയ്ക്കൽ ദിനേശനെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സംഭവത്തിൽ സമീപവാസികളായ കൈതവളപ്പ് കുഞ്ഞുമോനെയും ഭാര്യ അശ്വമ്മയെയും മകൻ കിരണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ദിനേശന്റെ കൊലപാതകത്തിന് പിന്നിൽ പുറത്തുവരുന്ന കഥ അതൊരു വല്ലാത്ത കഥയാണ്. ദിനേശന്റെ പെൺസുഹൃത്താണ് അശ്വമ്മ. ഇവര് തമ്മിൽ പതിവായി കണ്ടുമുട്ടും. കുടുംബവുമായി പിണങ്ങിക്കഴിയുന്ന ദിനേശൻ ഇടയ്ക്കിടെ അശ്വമ്മയെ കാണാൻ അവരുടെ വീട്ടിലെത്തും. ഇത് എതിർത്തിരുന്ന മകൻ കിരണിനെ പലവട്ടം അയാൾ മർദ്ദിച്ചു. കിരണിന്റെ ഉള്ളിൽ പകമൂത്തു. കിരണിന്റെ പിതാവ് കുഞ്ഞുമോനും ഏതെങ്കിലും വിധത്തിൽ ദിനേശനെ ഒഴിവാക്കണമെന്ന ചിന്തയായിരുന്നു. ഒടുവിൽ കുഞ്ഞുമോനും കിരണും ചേർന്ന് ഒരു പദ്ധതി ഒരുക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വീടിനു പിന്നിൽ എർത്ത് വയർ ഒരു തകിടിൽ ഘടിപ്പിച്ചിടുകയായിരുന്നു കിരൺ ചെയ്തത്. വീടിനുള്ളിലെ സോക്കറ്റിൽ നിന്നാണ് പുറത്തേക്ക് എർത്ത് കമ്പിക്കുള്ള കണക്ഷൻ കൊടുത്തിരുന്നത്. പിറ്റേന്ന് വയലിൽ ചൂണ്ടയിടാനെത്തിയ കുട്ടി ദിനേശൻ അവിടെ കിടക്കുന്ന ആ ദൃശ്യം കണ്ടു. ആ കുട്ടി ഓടിച്ചെന്ന് അശ്വമ്മയോടാണ് ആദ്യം ദിനേശൻ അവിടെ കിടക്കുന്നുവെന്ന് പറഞ്ഞത്. മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാകും, നീ ആരോടും പറയണ്ട എന്ന് അശ്വമ്മ ആ കുട്ടിയോട് പറഞ്ഞു. തുടർന്ന് ആ കുട്ടി തന്നെ പലരോടും ദിനേശൻ അവിടെ കിടക്കുന്ന വിവരം പറയുന്നു. നാട്ടുകാർ അടുത്തു വന്ന് പരിശോധിക്കുമ്പോൾ ദിനേശൻ മരിച്ചു കിടക്കുകയാണ്. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചതാണ് എന്ന് മനസ്സിലായി. എന്നാൽ അവിടെയൊന്നും കറണ്ട് കമ്പിയില്ല. തുടർന്ന് പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. വീടുകളിൽ നടന്ന പരിശോധനയിലാണ് കിരണിന്റെ വീട്ടിലെ മീറ്ററിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി അധിക വൈദ്യുതി ഉപയോഗം നടന്നതായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 10:05 ദിനേശൻ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ പുറത്തിറങ്ങി. പിന്നീട് അശ്വമ്മയുടെ വീട്ടിലെത്തി. രാത്രി വൈകിയാണ് അശ്വമ്മയുടെ വീടിന് പുറത്തേക്ക് ഇയാൾ ഇറങ്ങിയത്. ഇയാൾ ഇറങ്ങുന്നതും കാത്തിരുന്നു കിരൺ. ഇയാൾ പുറത്തേക്കിറങ്ങിയതും പെട്ടെന്ന് കിരൺ സ്വിച്ച് ഓൺ ചെയ്തു. വൈദ്യുതി കമ്പിയിൽ കുരുങ്ങിയാണ് ദിനേശൻ മരിച്ചത്. മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ കിരൺ വീണ്ടും എർത്തടുപ്പിച്ചു. കൈക്കും കഴുത്തിനും അരയ്ക്ക് താഴെയുമൊക്കെ കരിഞ്ഞ പാടുകളുണ്ട്. മരിച്ചെന്ന് ഉറപ്പായതിനു ശേഷം മൃതദേഹം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് 150 മീറ്റർ അകലെ കൊണ്ടു ചെന്നിട്ടു. കിരണും കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുപോയത്. എന്നാൽ മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അശ്വമ്മ ഇത് കാണാനിടവന്നു. ഓടിച്ചെന്ന് ഭർത്താവിനും മകനുമൊപ്പം അശ്വമ്മയും ചേർന്നു. അച്ഛനും മകനും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആ ഘട്ടത്തിൽ അമ്മയൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആൺസുഹൃത്ത് മരിച്ചതോടെ ചത്തവൻ ചത്തു എന്ന മട്ടിലായിരുന്നു അശ്വമ്മയുടെ പിന്നീടുള്ള നീക്കങ്ങൾ. ഭർത്താവിനെയും മകനെയും രക്ഷിക്കാനുള്ള തത്രപ്പാടാണ് പിന്നീട് അവർ കാട്ടിയത്. ദിനേശന്റെ ദേഹത്തൊക്കെ പായൽ പറ്റിപ്പിടിച്ചിരുന്നു. എർത്തിടാൻ ഉപയോഗിച്ച ഇലക്ട്രിക് വയർ കിരണിന്റെ വീടിന് പിന്നിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ദിനേശന്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ കിരൺ സജീവമായിരുന്നു. ഷോക്കേറ്റാണ് മരിച്ചത് എന്ന് വ്യക്തമായതോടെയാണ് പോലീസ് സ്ഥലത്തെത്തി വ്യക്തമായ പരിശോധന നടത്തിയത്. എന്നാൽ വൈദ്യുതാഘാതമേൽക്കേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും ദിനേശൻ മരിച്ചു കിടന്ന സ്ഥലത്തില്ല. ഇതാണ് സംശയങ്ങൾക്ക് കൂടുതൽ ഇടവരുത്തിയത്. KSEBയിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. പകരം കിരണിന്റെയും കുഞ്ഞുമോന്റെയും ഒക്കെ നീക്കങ്ങൾ പൂർണ്ണമായി നിരീക്ഷിച്ചു. തുടർന്നാണ് അയൽവാസി ദിനേശനുമായി കിരണ് ശത്രുതയുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയത്. അശ്വമ്മയുടെ വീട്ടിൽ ഇയാൾ പതിവ് സന്ദർശകനാണെന്നും ഇക്കാര്യത്തിൽ കുഞ്ഞുമോനും കിരണും വലിയ ശത്രുതയിലാണെന്നും പോലീസ് മനസ്സിലാക്കി. എന്നാൽ കുഞ്ഞുമോനോ കിരണോ നേർക്കുനേർ നിന്ന് ആക്രമിച്ച് ഭയപ്പെടുത്തി ഓടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ദിനേശനെ. ഗത്യന്തരമില്ലാതെയാണ് കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് വീടിന് പുറകുവശത്ത് ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇരുവർക്കും. തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞുമോന്റെ ഭാര്യ അശ്വമ്മയും കൂട്ടുനിന്നതായി പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ അശ്വമ്മയെയും കുഞ്ഞുമോനെയും കിരണിനെയും പ്രതി ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട പകയാണ് കിരണിന് ദിനേശനോടുള്ളത്. അമ്മയുമായുള്ള ബന്ധം എതിർത്തതിന്റെ പേരിൽ 4 വർഷം മുൻപ് കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു ദിനേശൻ.
അന്ന് നിയമ നടപടികളിലേക്കൊന്നും കിരൺ കടന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ കിരൺ നടത്തിയത്. മുമ്പ് പലവട്ടം ദിനേശനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കിരൺ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ പരാജയപ്പെട്ടുപോയി. സാഹചര്യം ഒത്തുവന്നില്ല എന്നിപ്പോൾ കിരൺ പോലീസിനോട് വെളിപ്പെടുത്തി. താൻ വീട്ടിലേക്ക് വരുന്നു എന്ന അശ്വമ്മയ്ക്ക് അയച്ച മെസ്സേജ് അത് കിരൺ കണ്ടതോടെയാണ് കൊലപാതകത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം കിരൺ നടത്തിയത്. അമ്മയുടെ ഫോണിൽ വന്ന മെസ്സേജിനെ തുടർന്ന് കുഞ്ഞുമോനുമായി വിവരം പങ്കുവച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് വയറൊക്കെ കണക്ട് ചെയ്ത് ആ വീട്ടിലേക്ക് ദിനേശൻ എത്തുന്നതും കാത്തിരുന്നു. വീടിനുള്ളിൽ ദിനേശൻ കയറി പുറത്തിറങ്ങുന്നതും കാത്തിരുന്നു പിന്നീട് കിരൺ. ഇലക്ട്രീഷ്യനായ കിരൺ ഇരുമ്പ് തകടിൽ വൈദ്യുതി കടത്തിവിട്ടാണ് ഈ കുരുക്കൊരുക്കിയത്. രാത്രി വൈകി തന്റെ വീട്ടിൽ നിന്ന് ദിനേശൻ പുറത്തിറങ്ങുന്നതും കാത്ത് അയാൾ ഒളിച്ചിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മരപ്പണിക്കാരനാണ് ദിനേശൻ. വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ഇയാൾ വാടകയ്ക്കൊരു ലോഡ്ജിലാണ് തൊട്ടടുത്ത് താമസം. വെള്ളക്കെട്ട് ഒരുപാടുള്ള ഈ പ്രദേശങ്ങളിൽ മീൻ പിടിക്കാനായി പലപ്പോഴും കിരൺ വൈദ്യുതിക്കണി ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ കിരണിന്റെ ആ കഴിവും ഈ കൊലപാതകത്തിന് കാരണമായി. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയിച്ചത്. വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഈ മൃതദേഹം വയലിൽ കൊണ്ടുചെന്നിട്ടത്. എന്നാൽ ശനിയാഴ്ച വൈകുന്നേരമാണ് ഇത് പോലീസിൽ നാട്ടുകാർ അറിയിച്ചത്. ദിനേശൻ മദ്യലഹരിയിൽ കിടക്കുകയാണ് എന്ന് അതുവരെ നാട്ടുകാർ കരുതി. ദിനേശൻ തന്റെ അമ്മയെ ശല്യപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനാണ് വൈദ്യുതിക്കണി വെച്ചതെന്ന് കിരൺ പോലീസിനോട് പറഞ്ഞു. ഇവരുടെ അടുക്കളയ്ക്ക് സമീപമാണ് കുഞ്ഞുമോനും കിരണും ചേർന്ന് വൈദ്യുതി പ്രവഹിക്കാൻ കമ്പി ഇട്ടത്. 8-ാം തീയതി രാവിലെ ദിനേശൻ വയലിൽ കിടക്കുന്നത് സമീപവാസികൾ അറിഞ്ഞെങ്കിലും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് എന്നവർ കരുതി. വൈകിട്ടും അതേപടി കിടക്കുന്നത് കണ്ട് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ചു എന്ന് മനസ്സിലായത്. രാത്രി തലയടിച്ച് വീണ് മരിച്ചതാവാം എന്ന് നാട്ടുകാർ കണക്കുകൂട്ടി. തുടർന്നവർ പോലീസിനെ വിവരമറിയിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ കിരണും കുഞ്ഞുമോനും നടന്നതെല്ലാം എണ്ണി പോലീസിന് മുന്നിൽ പറഞ്ഞു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരെത്തി സ്ഥലം പരിശോധിച്ചു. വൈദ്യുതിക്കണിയുടെ മുഴുവൻ സംവിധാനങ്ങളും പോലീസ് ശേഖരിച്ച് തെളിവായി സൂക്ഷിച്ചു. അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷ്, പുന്നപ്ര ഇൻസ്പെക്ടർ സ്റ്റെപ്റ്റോ ജോൺ, SI-മാരായ റിജി രാജ്, KS സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ റിതീഷ്, സിദ്ദിഖ്, ബിനു, അമർജ്യോതി, സുമത്, കാർത്തിക് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.